ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മ എന്നെ സ്കൂളിൽ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേശീയഗാനം പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും ദിച്ചക്കുട്ടി നടന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ദിനിഷ എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞാൻ അവളായിട്ട് നടന്ന് വരാം കേട്ടോ. അവൾ ക്യാമറേൻ്റെ മുമ്പിലെത്തി മുഖമൊക്കെ മറിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി കേട്ടോ ഗൈസ്. അമ്മ എന്നെ കൂട്ടി വീട്ടിലൊക്കെ എത്തി. അപ്പോൾ അമ്മ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരത്തെ വന്നേ. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വീട്ടിൽ വന്നാൽ എൻ്റെ കുപ്പി പ്ലേറ്റ് അതൊക്കെ നേരെ എടുത്ത് അടുക്കളയിൽ വെച്ച് കഴുകും. അതിനുശേഷം ഞാൻ കുളിക്കാൻ പോകും. അമ്മ അപ്പോഴത്തേക്ക് ചായ വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോൾ ഇഞ്ചി ഇട്ട ചായ ഉണ്ടോ കുടിക്കാറ്. അപ്പോൾ ഞാനിതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അമ്മ ഇതാ ചായക്ക് നല്ലോണം തിളച്ച് വന്നതാ, നല്ല അടിപൊളി പൽച്ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അമ്മ ഈവനിങ് സ്നാക്കായിട്ട് വാങ്ങിച്ചത് സമൂസ, പരിപ്പുവട, സാൻഡ്വിച്ചും ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും ചേച്ചി സാൻഡ്വിച്ച്, അമ്മമ്മ പരിപ്പുവട, അമ്മ സമൂസ, അങ്ങനെ കേട്ടോ കഴിക്കാറ്. അങ്ങനെ കഴിക്കുന്നതല്ല, അതാണ് അവർക്ക് ഇഷ്ടം. അമ്മമ്മക്ക് കൂടുതൽ ഇഷ്ടം പരിപ്പുവടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് കഴിക്കുന്നുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ സമൂസയാണ് കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതെല്ലാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ ഇത് വാങ്ങിക്കാറുള്ളൂ. ഇങ്ങനത്തെ ഓയിൽ സ്നാക്സൊക്കെ ഇടയ്ക്കിടയ്ക്കേ വാങ്ങാറുള്ളൂ. പിന്നെ അപ്പോഴത്തേക്കും ചേച്ചി വന്നു. അപ്പോൾ ചേച്ചി എന്തോ ചെയ്യാൻ പോയപ്പോൾ സമയത്തേക്ക് അമ്മ മുറ്റൊക്കെ നല്ലോണം അടിച്ച് കയറി കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം കുറേ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതാ സൈക്കിൾ ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈക്കിളിലിരുന്ന ഷോ ആണ് കേട്ടോ. എൻ്റെ നല്ല ഷോ ആണ്. ഷോ കളിക്കുന്നുണ്ട് സൈക്കിളിലിരുന്നിട്ട്, ഒരു കൈയൊക്കെ വിട്ട് നിന്നിട്ടൊക്കെ ഷോ കളിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ താഴെയും അമ്മേൻ്റെ അടുത്തൊക്കെ പോയി മൂന്നാല് റൗണ്ടൊക്കെ അടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇതാ നേരെ വന്നു. വീട്ടിലെത്തിയിട്ട് വേഗം കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോവുക. അപ്പോൾ അതിന് അമ്മ എപ്പോൾ വഴക്ക് പറയും. അപ്പോൾ ഞാനിതാ വേഗം പോയി കാലും മുഴുവൊക്കെ കഴുകി വിളക്ക് കത്തിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്തുന്ന സമയം വിളക്ക് കത്തിക്കാനാവും. അപ്പോഴത്തേക്ക് ഞാൻ ഇതാ വിളക്കൊക്കെ കത്തിക്കുകയാണ്. നല്ലോണം പ്രാർത്ഥിച്ച് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ചന്ദനത്തിരി കത്തിച്ചു കേട്ടോ. ഞാൻ ചന്ദനത്തിരി കത്തിച്ചിട്ട് ഫുള്ളും ദൈവങ്ങളെയൊക്കെ ചുറ്റി നല്ലോണം പ്രാർത്ഥിച്ച് ദൈവങ്ങളെയൊക്കെ ചുറ്റി അതിൻ്റെ സ്മെല്ല്, അതായത് അതിൻ്റെ സുഗന്ധങ്ങൾ ദൈവത്തിനും കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു. പിന്നെ ഞാൻ കർപ്പൂരം കേട്ടോ കത്തി. ഞങ്ങൾ ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ കർപ്പൂരം കത്തിക്കാറുണ്ട്. ചന്ദനത്തിരി ഞങ്ങൾ എപ്പോഴും കത്തിക്കാറുണ്ട്. കർപ്പൂരം ഇപ്പോൾ കുറച്ചായി ഞങ്ങൾ കത്തിക്കുന്നത്. ഇപ്പോൾ നല്ലോണം കർപ്പൂരമൊക്കെ കത്തിച്ച് നല്ലോണം ഞാൻ ഇതിന് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. കർപ്പൂരം നല്ലോണം ഇതാക്കി ദൈവങ്ങൾക്കൊക്കെ കൊടുത്തു. പിന്നെ മറ്റേ പാട്ടില്ലേ രാഘവ രാമ ശ്രീ രഘുരാമ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് അറിയാവുന്ന ഭക്തി ഗാനങ്ങൾ ഇങ്ങനെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് റേഡിയോയിൽ മറ്റേ ഒരു മ്യൂസിക്കിൻ്റെ ഇതുണ്ട്, റേഡിയോയിലത്തെ സംഭവം ടാപ്പിൽ വെക്കും. എന്നിട്ട് അത് വെച്ച് നമ്മൾ പാടും. നമുക്ക് അറിയുന്ന കുറേ ഭക്തിഗാനങ്ങളാണ് കേട്ടോ ഞങ്ങൾ വെക്കുക. അപ്പോൾ ചേച്ചി അപ്പോഴത്തേക്ക് കുളിച്ച് വന്ന് വിളക്കൊക്കെ തൊഴുതു. അപ്പോഴത്തേക്കും അമ്മ നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചീരയൊക്കെ കഴുകി ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീര വാങ്ങിയപ്പോൾ ഞങ്ങൾ എങ്ങനെ ചെയ്യുക, ബക്കറ്റിൽ കഴുകിയിട്ട് ഊറ്റാൻ വെക്കും. അതിൻ്റെ വെള്ളം ഫുള്ളും കഴുകിയിട്ട് പിന്നീട് മുറിച്ചിടും കേട്ടോ. രാത്രി തന്നെ അത് മുറിച്ചിടുന്ന ക്ലിപ്പ് എൻ്റെ നിന്ന് കാണാണ്ടായി ഗൈസ്. പിന്നെ അമ്മയിൽ നിന്ന് വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പല്ലിയും പിന്നെ അയിലയാണ് കേട്ടോ വാങ്ങിയത്. അമ്മ വേഗം തന്നെ അത് ക്ലീനാക്കി വെച്ചു. അപ്പോൾ ചീര അവിടെ മാറ്റിച്ച് മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ അമ്മ. അതിനുശേഷം 3-4 പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ അമ്മ കഴുകി വെച്ചു. പിന്നെ ഒരു 3-4 കുപ്പിയും കത്തി അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ വേഗം ചേച്ചി കുളിച്ച് വന്നിട്ട് ചേച്ചീൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ചോദിച്ചപ്പോൾ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് മിഡ് എക്സാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇന്ന് വരുമ്പം കുറച്ച് പലചരക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 3 ബീട്രൂട്ട്, പാവക്ക. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ പാവയ്ക്ക, നല്ല കയ്പ്പക്ക എന്നാ പറയുക. കയ്പ്പക്ക തീരെ ഇഷ്ടമല്ല. ബീട്രൂട്ടും പയറും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കുമ്പളങ്ങേൻ്റെ കഷ്ണം എനിക്കിഷ്ടമല്ല. ഈ 2 വെജിറ്റബിൾസ് എനിക്കിഷ്ടമല്ല. പിന്നെ ബീട്രൂട്ടും പയറും ഞാൻ നല്ലോണം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ടും പയറും, നല്ല ഇഷ്ടമാണ് ബീട്രൂട്ടും പയറും. ഏച്ചിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ വെജിറ്റബിൾസ് കഴിക്കാൻ ഏച്ചിക്ക് നല്ല മടിയാണ്. പിന്നെ നമ്മളിതാ ഒരു പഠിക്കാനുണ്ട്. ഞങ്ങൾ ആ ഒരു സമയമൊക്കെ പ്ലേയിങ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ
പഠിക്കാനിരുന്നു. ഞാൻ USS ആയിരുന്നു കേട്ടോ പഠിക്കണ്ടായിരുന്നു. USSൻ്റെ ഗൈഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ഇതുണ്ട്, വിഷയങ്ങളുണ്ട്. മാത്സ്, സയൻസ്, സോഷ്യൽ, അങ്ങനത്തെ കുറേ ഉണ്ട്. ഇംഗ്ലീഷ് അങ്ങനത്തെ കുറേ ഉണ്ട്. അതിൽ ഞാൻ സയൻസ് ആയിരുന്നു കേട്ടോ പഠിക്കുന്നുണ്ടായിരുന്നത്. അന്നന്ന് ഞാൻ USSനായിട്ടൊരു ടൈം മാറ്റി വെച്ച് പഠിക്കാറുണ്ട്. അപ്പോൾ USS ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചി വെറുതെ എന്നെ ചൊറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ, കമ്മലൊക്കെ പിടിച്ച് നോക്കിയിട്ട്. അപ്പോൾ അതാ പിന്നെ എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് ഫുള്ള് ചിരിയായിരുന്നു ഞങ്ങൾ. പിന്നീട് ഒരാൾ പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ലാസ്റ്റ് എക്സാം മാത്സ് ആണ്. അപ്പം മാത്സിൻ്റെ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ ചേച്ചി. വരയ്ക്കലും ചെയ്തെടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ ഞാൻ നോട്ട്സൊക്കെ ചേച്ചിൻ്റെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി പഠിക്കുകയാണ്. എക്സാം വേണ്ട വേഗം തന്നെ ചേച്ചി പഠിക്കാനിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.